എല്ലാവർക്കും നമസ്കാരം. വിഭജികയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ഏകാദശിയായെന്ന് എൻ്റെ കൃഷ്ണാനുഭവമായാലോ? കണ്ണൻ്റെ ഭക്തയാണ് ഞാൻ. വളരെ ചെറുപ്പം മുതൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസി പറിച്ച് മാല കെട്ടി മലയിൻ കീഴ് തിരുവല്ലഴപ്പനെ കാണാൻ പോകാറുണ്ട്. പോകുന്നതിൽ മുടക്കം വരുമ്പോൾ സ്വപ്നം കാണാറുമുണ്ട്. മൂത്തമോനെ പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം തിരുവല്ലഴപ്പൻ്റെ മുന്നിൽ ഒരു ആൺകുഞ്ഞിനെ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രോഹിണി നക്ഷത്രത്തിൽ മകൻ ജനിച്ചു. കഴിഞ്ഞ ജൂൺ 22-ന് ഞാനും ഇളയ മോനുമായി തിരുവല്ലഴപ്പനെ കാണാൻ പോയി. പതിവ് പോലെ തുളസിമാലയും തൃക്കൈവെണ്ണയും കൊണ്ടുപോയില്ല. കണ്ണനോട് പറഞ്ഞു, കണ്ണാ, ഇന്ന് ഞാൻ എൻ്റെ ഹൃദയമാണ് സമർപ്പിക്കുന്നത്. വളരെ നേരം ഭഗവാനെ തന്നെ നോക്കി നിന്നു. ചേട്ടനും മക്കൾക്കും അർച്ചനയ്ക്കെഴുതി. രസീത് നടക്കിൽ വച്ചു. പ്രദക്ഷിണം വച്ചു വന്നു. കണ്ണനോട് പറഞ്ഞു, ഇന്ന് തൃക്കൈവെണ്ണയും കദളിപ്പഴവും ഞാൻ സമർപ്പിച്ചില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടില്ലല്ലോ കണ്ണ എന്ന് മനസ്സിൽ വിചാരിച്ച് കണ്ണനെ തന്നെ നോക്കി നിന്നു. വളരെ സമയം കഴിഞ്ഞിട്ടും എൻ്റെ അർച്ചന മാത്രം കിട്ടിയില്ല. എല്ലാ പേർക്കും അർച്ചന കഴിഞ്ഞ് പേര് വിളിച്ചു കൊടുക്കുന്നു. ഏറെയായിട്ടും എൻ്റെ പേര് വിളിക്കുന്നില്ല. പോറ്റിയോട് ചോദിച്ചു. അകത്ത് പോയി അർച്ചന കഴിഞ്ഞ രസീത് മുഴുവൻ നോക്കി. അതിൽ എൻ്റെ അർച്ചന രസീത് മാത്രം ഇല്ല. മേൽശാന്തി ചോദിച്ചു, അർച്ചനയ്ക്ക് കൊടുത്തോ? ഇവിടെ ആ രസീത് കാണുന്നില്ലല്ലോ. ഞാൻ എൻ്റെ കണ്ണനെ തന്നെ നോക്കി നിന്നു. മേൽശാന്തി എന്നോട് എല്ലാ പേരുടെയും പേരും നാളും ചോദിച്ചു. അകത്ത് പോയി ഇലത്തുമ്പിൽ ഭഗവാന്റെ കയ്യിലിരുന്ന കദളിപ്പഴവും വെണ്ണയും എടുത്തു. കണ്ണൻ്റെ തിരുമാറിൽ ചാർത്തിയിരുന്ന പിച്ചിപ്പൂമാല, പാദത്തിൽ നിന്നും തുളസിക്കതിർ എന്നിവയെടുത്ത് എല്ലാ പേരുടെയും നാളും പേരും പറഞ്ഞ് അർച്ചന നടത്തി. അവിടെ നിന്ന് പോറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആ നിമിഷം ഹൃദയം പൊട്ടിപ്പോയി. ഞാൻ ഉറക്കെ വിളിച്ചു, എൻ്റെ കണ്ണാ. ഞാൻ പരിസരം മറന്നുപോയി. എൻ്റെ കണ്ണൻ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എൻ്റെ കൈകളിലേക്ക് തന്നിരിക്കുന്നു. ഇനിയും ധാരാളം കൃഷ്ണ അനുഭവങ്ങളുമായി ഞാൻ ഇനിയും വരും. നന്ദി.